മലപ്പുറം ആദവനാട്ടിൽ ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞു മരിച്ച മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ലോറി ഉയർത്താനായത്. ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ലോറിയുടെ ക്ലീനറായ മുസ്തഫയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇന്ന് തുടരും. അപകട സ്ഥലത്ത് പോലീസും RTOയും പരിശോധന നടത്തും. CV അനുമോദ് തത്സമയം ഈ പ്രദേശത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഈ ആളുകളെയൊക്കെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ കുറേ മണിക്കൂറിലാണ് കടന്നുപോയത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ അതെന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഞാൻ നിൽക്കുന്നത് ഈ ആദവനാട് സ്പിന്നിംഗ് വീൽ മേഖല, അതായത് ഈ അപകടം നടന്ന ഇടത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിൽ നിന്നാണ് ലോറി ബ്രേക്ക് നഷ്ടമായി അതിവേഗം താഴേക്ക് വന്നത്. ഈ ഭാഗത്ത് ഈ റോഡിൻ്റെ വലതുവശത്ത് നമുക്കൊരു ക്വാറി കാണാം, ഒരു ഉപയോഗശൂന്യമായ ക്വാറി കാണാം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. പക്ഷേ ഈ ഒരു വഴി നേരെ വരുമ്പോൾ ഇവിടെ ക്വാറി ഉള്ളത് ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഈ ലോറി നേരെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് മാറിയാണ്. ഇവിടെ ഒരു ക്രെയിന് നമുക്ക് കിടക്കുന്നത് കാണാം. ഈ ബ്രേക്ക് നഷ്ടമായ ലോറി ഇതുവഴി നേരെ ഇതിനപ്പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ആ ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഇന്നലെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയാം. അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ലോറി ഉയർത്തിയത്. ട്രെയിൻ വെച്ച് ഉയർത്തിയ ലോറിയാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ രാത്രിയാണിത്. ഒരുപാട് സമയമെടുത്ത് നടത്തിയ പ്രയത്നത്തിലൂടെയാണ് ഈ ലോറി വലിച്ചു കയറ്റിയത്. അപ്പോൾ ഈ ലോറി നമ്മൾ നേരത്തെ കാണിച്ച റോഡിൽ നിന്ന് നേരെ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബ്രേക്ക് നഷ്ടമായിരുന്നു. ലോറിയുടെ നേരെ ഈ ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ മാവിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ തികച്ചും ഈ ലോറി ഡ്രൈവറെ സംബന്ധിച്ച് ഇവിടെ ഒരു ക്വാറി ഉള്ളതോ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് നഷ്ടമായപ്പോൾ സുരക്ഷിതമായൊരിടത്ത് വണ്ടി ഇടിപ്പിച്ച് നിർത്താനായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്. വലതുവശത്ത് മറ്റൊരു ക്വാറി നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് വലത്തോട്ട് പോകാതിരിക്കാൻ വണ്ടി ഇടത്തോട്ട് മാറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായിട്ട് നേരെ തൊടിയിലേക്ക്, അതായത് ആ തെങ്ങിൻ തോപ്പിലേക്ക് പോകുന്നതിന് പകരം ഇടത്തോട്ട് തിരിഞ്ഞ് ഈ ക്വാറിയിലേക്ക്, ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ നമുക്ക് ആ ലോറി വീണതിൻ്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞതും കൊമ്പൊടിഞ്ഞതും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. തികച്ചും അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഒരിക്കലും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 10-20 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരിക്കലും സാധാരണഗതിയിലൊരു വാഹനവും ഇവിടേക്ക് ഇങ്ങനെ വന്ന് അപകടത്തിൽപ്പെടില്ല. നമ്മുടെ പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപകടമായിപ്പോയല്ലോ. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വളരെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു ക്വാറിയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കുന്നത് ഒരു വണ്ടി പോയത് അതാ കോറിയിലെ പോയത്, അപ്പുറത്തെ പോയത്. ഇത് ആർക്കും ഇത് അറിയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചിലർ അറിയുന്ന ഈ കോറി പെട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും. സാധാരണ വാഹനങ്ങൾ വരാൻ ഒരു സാധ്യത ഇല്ല. വണ്ടി വരാനുള്ള ഒരു വഴിയില്ല. ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസ്സാന്തമാര് തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാണ് ചാടിയത്. അപ്പുറത്തേക്ക് ചാടി അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. പക്ഷേ ഇങ്ങോട്ടത്തില്ല, അത് നേരെ ആ ചാലിക്കാണ് പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാണ് വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ സ്വന്തം കൂടി കിടക്കണോണ്ട്, കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ്. നമുക്കിത് ഈ ലോറിയുടെ ഇത് കാണാം. ഇത് ഇടതുഭാഗമാണിത്. ഇവിടെ വെട്ടി പൊളിച്ചാണ് മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. അതും മണിക്കൂറുകൾ നീളുന്ന ഒരു അധ്വാനത്തിന് ഒടുവിലാണ് അങ്ങനെ ഈ ഒരു പരിശ്രമത്തിനൊടുവിൽ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചു. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. കാരണം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഡ്രൈവർ എങ്ങനെയോ പുറത്തേക്ക് ചാടാൻ സാധിച്ചു. അതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ക്ലീനർ മുസ്തഫ അയാൾ ഈ ഒരു ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വാഹനത്തിൽ നിറയെ ലോഡുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര അടി ആഴമുണ്ട് ഈ ഒരു ക്വാറിക്ക് എന്ന് പറയാനാവില്ല. ഇക്കാൻ്റെ വീടിൻ്റെ മുമ്പിലാണല്ലോ ഈ അപകടം നടന്നത്. ഈ ഒരു ക്വാറി എത്ര ആഴമുണ്ട് നിങ്ങളൊരു ഓർമ്മയിൽ? അതൊരു 70-80 അടി ഒക്കെ ആയം തന്നെ ഉണ്ടാവും. അത്
ഇതോടെ ഏറ്റവും കൂടുതൽ ആയുള്ള കോറിയാണ് ആഴുള്ള കോറിയാണ് അല്ലേ? എത്ര വർഷം മുമ്പ് അത് അവസാനിപ്പിച്ച് പ്രവർത്തനം? കൊല്ലത്തിന് മീതെ നിർത്തിയിട്ടുണ്ടാവും. 40-45 കൊല്ലമായിട്ട് നിർത്തിയിട്ട് വെച്ച് പോയിട്ട് പോലെ നിങ്ങൾ പറഞ്ഞ ഇതിന്റെ അടിയിൽ റോഡൊക്കെ ഉണ്ടെന്ന് അല്ലേ? അത് സാധനക്കാനുള്ള ഇതാണ്. കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാം. അടി വരെ പോവാം. ആ പിന്നെ വെച്ചാല് പിന്നെ കേറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ ആണ് നിർത്തിച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആയത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. പിന്നെ കുറെ നേരെ ആഴത്തിലേക്ക് അങ്ങ് വീഴാണ് ചെയ്തത്. നേരെ ആഴത്തിലേക്ക് ആയിരിക്കും എന്ന് വിചാരിക്കാം. നമ്മൾ ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ വലിയ സൗണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു ഭാഗ്യവശാല് പെരക്കാർ കണ്ടതുകൊണ്ടാണ് അതിലൊരു വണ്ടി പൊയ്ക്കണമെന്ന് ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ നേരത്തെ ഒരാളും ഇല്ല. വണ്ടി ചാടി വയ്ക്കാനെ പിന്നെ വണ്ടി കാണാൻ തന്നെ നമുക്ക് പറ്റിയിട്ടില്ല. ആ ഒരു കുഴപ്പമില്ല. കാരണം ഇതിൽ കുറേശ്ശെ കച്ചറ ആൾക്കാർ കൊടുന്നിടുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇതിൽ ആരോ എന്താ കച്ചറ കൊടുന്നിട്ടതാണ്, ഈ പൊന്തി കിടക്കുന്നത് എന്താ കച്ചറ കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പരാതി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയോ ആളോ അതിന്റെ അടിയിൽ കിടക്കുന്നത് നമ്മൾ ആർക്കും അറിയാൻ കഴിയില്ല. വണ്ടി ബ്രേക്ക് പോയി വരുന്നത് കണ്ടു. അത് വീട്ടുകാർ അവിടുന്ന് ഒരു ഒച്ച കേട്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു അവര് പറഞ്ഞ ടയർ പൊട്ടിയെന്ന്. പക്ഷെ ടയർ പൊട്ടിയതല്ലല്ലോ. പക്ഷെ എന്തോ ഒരു ശബ്ദം അതിന് കേട്ടിക്കണ്. പിന്നെ അവർ ഞങ്ങളെ രക്ഷിക്കേന്ന് പറഞ്ഞിട്ട് ആർപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഇതിലേക്ക് ചാടിയേക്കിൻ്റെ ഭാര്യ വന്നിട്ട് ഇതിൽ കൂടെ വന്ന് നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല, ആരും കാണണമൊന്നുമില്ല. ഒരൊച്ച ഓള് കേട്ടും ചെയ്ത്. അങ്ങനെ വന്ന് ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡ്രൈവർ പൊന്തി വരുന്നത്. അങ്ങനെ പൊന്തി കുറച്ച് കരക്കൊക്കെ നീന്തി അവിടെ കിടന്ന്. അപ്പോൾ ഓനോട് ഇവിടെ പെണ്ണുങ്ങൾ വിളിച്ച് ചോദിച്ച് ഇനി ആരെങ്കിലും ഉണ്ടോ എന്തുണ്ട്, ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ തന്നെ അവിടുന്ന് മുസ്തഫ എന്നൊരു 5 വിളി വിളിച്ചിരിക്കണം. പിന്നെ ഓനക്ക് വിളിക്കാൻ പറ്റാതെ ഇവനവിടെ കിടന്ന്. അപ്പോഴാണ് ഇവിടെ പാലക്കാട്ടിൽ നിന്ന് ആരാ ഈ കാളുണ്ടാക്കിയ ടീം, ഇവിടുത്തേരല്ല, ഓലിങ്ങനെ നടന്നിട്ട് നമ്മളെ പടി വരെ ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടി നെക്സ്റ്റ് വന്നത്. അത് അറിഞ്ഞിട്ട് വന്നതൊന്നുമായിരുന്നല്ല. ഓലോട് പറഞ്ഞപ്പോൾ ഓല് അവിടെ പോയി വണ്ടിയിൽ നിന്ന് കമ്പക്കയറൊക്കെ എടുത്തോണ്ട് ഓല് കാളിനെ വലിക്കണ കയറൊക്കെ കൊടുന്ന് കെട്ടിയതായപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു വേണ്ട നിങ്ങൾ കയറ് കെട്ടേണ്ട, എനിക്ക് നടന്ന് പോയിട്ട് തന്നെ എടുക്കാനുള്ള വഴിയുണ്ട് ഇതിക്ക്. അതിങ്ങനെ കുറച്ച് താഴത്തൊക്കെ ഇറങ്ങണമെന്നുള്ളൂ. അങ്ങനെ ഓല് പോയിട്ടാണ് ആ ഡ്രൈവറെ എടുത്തു കൊടുന്ന് ഇവിടെ കയറ്റി. അപ്പോഴത്തേനും ആളും പാളുമായി വണ്ടികളൊക്കെ വന്ന് അങ്ങനെ അവരെ രക്ഷിച്ചത്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. വിനോദാണ് അവിടെ ആദവനാട്ടിൽ നിന്ന്, മലപ്പുറം ആദവനാട്ടിൽ നിന്ന് ചേർന്ന് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് ഒരു മരണം, ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ് അവിടെ. അവിടെ ഇന്നിപ്പോൾ RTO അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.